വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനിയുള്ള 1 മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. തിരുവനന്തപുരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 3 മണിക്കൂർ നേരത്തേക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിലുണ്ട്. ജില്ലയിലെ പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീക്ഷ, കനത്ത മഴ തുടരുന്ന സാഹചര്യം, ചിലയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ, അപ്ഡേറ്റ് പ്രതീഷ്. റിജിത്ത്, തിരുവനന്തപുരം ജില്ലയിൽ വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നേരത്തെ അതിതീവ്ര അല്ലെങ്കിൽ അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായത്. നിലവിൽ നഗരത്തിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ മലയോര മേഖലയിലടക്കം ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഈ ശക്തമായ മഴയിൽ തിരുവനന്തപുരം ജില്ലയിലെ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ ശക്തമായ കാറ്റായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ടായത്. ഈ ശക്തമായ കാറ്റിൽ ഈ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണും മരം കടപുഴകി വീണുമാണ് ഈ വൈദ്യുതി ബന്ധം താറുമാറായത്. ഈ KSEB ഈ വൈദ്യുതി നിലച്ച ഇടങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ, മുക്കോല, നെയ്യാറ്റിൻകര ഭാഗങ്ങളിൽ മരം കടപുഴകി വീണ വൈദ്യുതി ബന്ധം നിലച്ചിട്ടുണ്ട്. ഏറ്റവും പുതുതായി കോവളം പനത്തുറയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പനത്തുറ സ്വദേശിയായ വിദ്യാധരന്റെ വീടിന്റെ മേൽക്കൂരയാണ് ശക്തമായ കാറ്റിൽ പറന്നു പോയിട്ടുള്ളത്. വരും മണിക്കൂറിൽ പ്രത്യേക ജാഗ്രത തിരുവനന്തപുരം ജില്ലയിലുള്ളവർ പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. തിരുവനന്തപുരത്തിന് പുറമെ മറ്റ് ജില്ലകളിലും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും ശക്തമായ മഴ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. 6 ജില്ലകളിൽ നേരത്തെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. നാളെ വടക്കൻ കേരളത്തിലായിരിക്കും അതിതീവ്ര മഴ ഉണ്ടാകുന്നത്. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് ഉള്ളത്. വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തും. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ജാഗ്രത ഈ ജനങ്ങൾ പാലിക്കണമെന്നതാണ് ഈ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിരിക്കുന്നത്. ഈ ജില്ലാ ഭരണകൂടവും ഇതിനുവേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയിലുള്ളവരും മലയോര മേഖലയിലുള്ളവരുമാണ് പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടത്. നിലവിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഉയർന്ന തിരമാലകൾക്ക് ഈ തീരമേഖലകളിൽ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ കാലവർഷം കേരള തീരത്തെത്തും. തുടർന്ന് ശക്തമായ അതിശക്തമായ മഴ സംസ്ഥാനത്തുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. റിജിത്ത, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോവളത്തെ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ പകുതി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശക്തമായ മഴയിൽ നഗരത്തിലെ പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുന്നു. തമ്പാനൂരിൽ ഉൾപ്പെടെ തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വിവരം. നിലവിൽ മഴ തോർന്ന സാഹചര്യമാണ്. പക്ഷേ മലയോര മേഖലയിൽ അടക്കം ഇപ്പോഴും ശക്തമായി തന്നെ മഴ തുടരുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ തുടരും. തിരുവനന്തപുരത്ത് മാത്രമല്ല, തെക്കൻ ജില്ലകളിൽ പൊതുവായി ആ സ്വഭാവമായിരിക്കും മഴയ്ക്കുണ്ടാവുക എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ്, മറ്റ് ജില്ലകളിലെ തെക്കൻ കേരളത്തിലെ മറ്റ് ജില്ലകളിലെ പൊതുവായ സാഹചര്യം എങ്ങനെയാണ്? പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ അവിടെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ പ്രതീഷ്? റിജിത്ത്, തീർച്ചയായും. കാരണം തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളും ഇപ്പോൾ ഇരുട്ടിലാണ് എന്നതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരം. ഇത് ശക്തമായ കാറ്റിനെ തുടർന്ന് ഈ മരം കടപുഴകി വീണും മരച്ചില്ലകൾ ഈ ലൈൻ കമ്പികളിൽ വീണുമാണ് ഈ വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുന്നത്. ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് എന്നതാണ് KSEB അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ വരും മണിക്കൂറിലും കൂടുതൽ ശക്തമായ മഴ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ റെഡ് അലർട്ട് മുന്നറിയിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഈ യെല്ലോ അലർട്ട് മാത്രമായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് 3 മണിക്കൂറത്തേക്ക് റെഡ് അലർട്ട് തിരുവനന്തപുരം ജില്ലയിൽ പുറപ്പെടുവിച്ചത്. ഈ തൃശൂർ ഉൾപ്പെടെ തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിലും, അതായത് സംസ്ഥാന വ്യാപകമായി തന്നെ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. നിലവിൽ ഉള്ള മുന്നറിയിപ്പ് പ്രകാരം നാളെ
തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഇനി അതിതീവ്ര മഴയാണ് വരാനുള്ളത്. ചില ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കാലവർഷം കൂടി എത്തുന്നതോടുകൂടി തന്നെ ഈ മഴ കൂടുതൽ വ്യാപകമാകും. അതുകൊണ്ട് പ്രത്യേക ജാഗ്രത ജനങ്ങൾ പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം തുടർച്ചയായി ആവർത്തിക്കുന്ന കാര്യം. അതാ ഈ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അതീവ ജാഗ്രത പാലിക്കണം. കാരണം ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഈ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ ഇപ്പോൾ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം. ഈ മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ഈ ചില ജില്ലകളിൽ ക്വാറി പ്രവർത്തനങ്ങൾക്കും ഈ ഖനന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വിലക്ക് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലൊരു മുന്നൊരുക്കങ്ങളുമായി ജില്ലാ ഭരണകൂടം പോകുന്നുണ്ട്. കൃത്യമായി ഈ കാലാവസ്ഥാ വകുപ്പും ജില്ലാ ഭരണകൂടവും നൽകുന്ന മുന്നറിയിപ്പുകൾ ജനങ്ങൾ പാലിക്കണമെന്നതാണ് ഈ അധികൃതർ തുടർച്ചയായി ആവർത്തിക്കുന്ന കാര്യം. തീരമേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. ഉയർന്ന തിരമാലകൾക്കുള്ളൊരു സാധ്യത ഈ കേരള തീരത്തുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നൊരു മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലം പരിഗണിച്ചുള്ള ഒരു ജാഗ്രത എല്ലാ സ്ഥലത്തുള്ളവരും പാലിക്കണമെന്നതാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത്. നേരത്തെ തന്നെ വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. രാത്രി മഴ ശക്തമാകും എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്താണ് ഇപ്പോൾ പലയിടത്തും അതിശക്തമായ മഴ തുടരുന്നത്. പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുന്നതും വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്നതുമൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് നാശനഷ്ടങ്ങൾ എന്നുള്ള നിലയിൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വെങ്ങാനൂർ ചാവിടിനടിയിൽ മരം കടപുഴകി ലൈൻ കമ്പനികൾ പൊട്ടിവീണു. അതുപോലെ മുക്കോല ജംഗ്ഷനിൽ മരം ഒടിഞ്ഞു വീണു. അവിടെയും ഗതാഗതം തടസ്സപ്പെടുന്ന നിലയുണ്ടായിട്ടുണ്ട്. നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ, അമരവിള, താന്നിവിള ഭാഗത്ത് മരം ഒടിഞ്ഞു വീണാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. രാത്രിയാണ് മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലുള്ളവർ അതുപോലെ തീരമേഖലകളിൽ കഴിയുന്നവരൊക്കെ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തലസ്ഥാന ജില്ലയിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയിലും കാറ്റിലും തൃശൂരിൽ നടുറോഡിലേക്ക് കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര വീണു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ 4 നിലയുള്ള കെട്ടിടത്തിന് മുകളിലെ മേൽക്കൂരയാണ് റോഡിലേക്ക് വീണത്. മേൽക്കൂര നേരത്തെ തകർന്നിരുന്നിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതാണ് അപകടത്തിനിടയാക്കിയതെന്ന് തെളിയിക്കുന്ന ചിത്രം 24-ന് ലഭിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് തൃശൂർ മേയർ MK വർഗീസ് പ്രതികരിച്ചു. റോഡിൽ വാഹനങ്ങൾ കുറവായതിനാൽ വലിയ ദുരന്തം ഒഴിവായി. തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ 1800 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന മേൽക്കൂരയാണ് കാറ്റിൽ തിരക്കേറിയ റോഡിലേക്ക് പതിച്ചത്. മഴയെ തുടർന്ന് ആളുകളും വാഹനങ്ങളും റോഡിലുണ്ടാകാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഏതാനും ആഴ്ചകൾക്ക് മുമ്പുണ്ടായ കാറ്റിൽ മേൽക്കൂരയുടെ ഒരു തൂൺ തകർന്ന് കെട്ടിടത്തിന് താഴേക്ക് തൂങ്ങിക്കിടക്കുകയായിരുന്നു. പരാതി ഉയർന്നതോടെ തൂൺ മുറിച്ചു മാറ്റി. അപകടാവസ്ഥയിലായ മേൽക്കൂര നിലനിർത്തിയതാണ് ദുരന്തത്തിലേക്ക് വഴിതെളിച്ചത്. അപകടാവസ്ഥയിലുണ്ടായിരുന്ന മേൽക്കൂരയുടെ പഴയ ചിത്രം 24-ന് ലഭിച്ചു. എന്നാൽ മേൽക്കൂര അപകടാവസ്ഥയിലായിരുന്നുവെന്ന വിവരം തനിക്കറിയില്ലെന്ന വിചിത്രവാദമാണ് മേയർ MK വർഗീസ് ഉന്നയിക്കുന്നത്. നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അപ്പോൾ അത് മുറിച്ചു മാറ്റിയപ്പോൾ ആരായിരിക്കും മേയർ അങ്ങനെയാണെങ്കിൽ? അല്ല, അതിപ്പോൾ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാനിതിപ്പോൾ കാറ്റ് എന്നുള്ള കണ്ടീഷനാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത്. ഭരണസമിതിക്കുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് പ്രതിപക്ഷം. കഴിഞ്ഞ മഴയ്ക്ക് ഒരാഴ്ചകൾക്ക് മുമ്പാണ് ഇത് കാറ്റത്ത് അടർന്നിരുന്നത്. ഇതിപ്പോൾ വീണ്ടും രണ്ടാമത് കാറ്റ് വന്നപ്പോൾ ശക്തമായ അപകടമുണ്ടായി. ഇതിൽ ഉത്തരവാദിത്തം കോർപ്പറേഷൻ ഭരണസമിതിക്കാണ്. ഇത് കെടുകാര്യസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അപകടത്തെ തുടർന്ന് MO റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേനയെത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് മേൽക്കൂര മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 24 തൃശൂർ.
തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്ന് മഴയുമായി ബന്ധപ്പെട്ടൊരു വിവരം കൂടി പുറത്തു വരുന്നു. അവിടെ എരുത്താവൂരിൽ വീടിന് മുകളിൽ തെങ്ങ് മറിഞ്ഞു വീണിട്ടുണ്ട്. വീടിനകത്തുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീട്ടിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കു പറ്റിയിട്ടില്ല എന്നത് ആശ്വാസകരം. അങ്ങനെ ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നായി പല നാശനഷ്ടങ്ങളുടെയും വിവരങ്ങൾ പുറത്തുവരുന്ന മണിക്കൂർ കൂടിയാണിത്. ദേശീയപാത യാഥാർത്ഥ്യമാകുന്നത് LDF സർക്കാർ കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ വാർഷികാഘോഷ സമാപന സമ്മേളനത്തിൽ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ചില പ്രശ്നങ്ങളുണ്ടായതിന്റെ പേരിൽ ദേശീയപാത ആകെ തകരുമെന്ന് കരുതേണ്ടതില്ല എന്ന് പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി വിമർശിച്ചു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷമാണ് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിച്ചത്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നൽകി പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് വച്ച സംഭാവനകളിലൊന്നാണ് വർഷം തോറും പുറത്തിറക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച പരിപാടികൾ എത്രത്തോളം നടപ്പാക്കിയെന്ന് വ്യക്തമാക്കുന്ന സുവർണരേഖ. ദേശീയപാത തകർച്ചയിൽ പൊതുമരാമത്ത് വകുപ്പിനെ സംരക്ഷിച്ചും പ്രതിപക്ഷത്തെ വിമർശിച്ചും മുഖ്യമന്ത്രിയുടെ മറുപടി. ഈ കേരളത്തിൽ മുടങ്ങിക്കിടന്ന, ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകും എന്ന നില LDF സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ കാരണം തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഞങ്ങൾക്കില്ല. UDF ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? ഈ 9 വർഷം കൊണ്ട് കൂടുതൽ പുറകോട്ട് നാം പോയിട്ടുണ്ടാകുമായിരുന്നു. 2016 ശേഷം വിദ്യാഭ്യാസ, ആരോഗ്യ, വ്യവസായ മേഖലകൾ മെച്ചപ്പെട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തമുണ്ടായ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകിയപ്പോൾ കേരളത്തെ കേന്ദ്രം അവഗണിച്ചെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പൊതുയോഗത്തിൽ മന്ത്രി K രാജൻ അധ്യക്ഷനായി. മന്ത്രിമാരും തലസ്ഥാന ജില്ലയിലെ MLA-മാരും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. ഈ ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്ന് 24-നോട് പ്രതികരിച്ചിരുന്നു. ദേശീയപാത തകർച്ചയിൽ പ്രതികരിക്കാൻ വൈകിയിട്ടില്ല എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് 24-നോട് വ്യക്തമാക്കി. സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ദേശീയപാത വികസനം ഒരു കാലത്ത് മുടങ്ങിപ്പോയതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതുകൊണ്ട് മാത്രം നടപ്പിലായ പദ്ധതിയാണ് ദേശീയപാത വികസനം. നിർമ്മാണം നടത്തുന്നത് ദേശീയപാത അതോറിറ്റിയെന്നും മുഹമ്മദ് റിയാസ് 24-നോട് പറഞ്ഞു. ഒരിക്കലും വൈകിട്ടില്ല. ഞങ്ങൾ എടുക്കേണ്ട നിലപാട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അവരുടെ ടെക്നിക്കൽ എക്സ്പേർട്സ് അത് പരിശോധിക്കുന്നുണ്ട്. ചില നിലപാടുകൾ ഇതിനകം അവർ സ്വീകരിച്ചിട്ടുമുണ്ട്. സംസ്ഥാന സർക്കാർ അതിൽ എടുക്കേണ്ട നിലപാട് എടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് മുൻകൈ എടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ്. UDF സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓഫീസും പൂട്ടി പോയതാണ്. 2016 LDF അല്ല കേരളത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ പദ്ധതി ഉണ്ടാകില്ല. LDFന് പകരം UDF ആയിരുന്നെന്ന് നോക്കണ്ട. LDF ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രം നടപ്പിലായ പദ്ധതിയാണ് ദേശീയപാത വികസനം. ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റ് അപകടാവസ്ഥയിൽ. നിർദ്ദിഷ്ട അകലത്തിൽ നിലനിർത്തേണ്ട പാലത്തിന്റെ ജോയിന്റുകൾ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്ത നിലയിലാണ്. ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും വരുന്നുണ്ട്. ദേശീയപാത അതോറിറ്റിയുമായി വിഷയം ചർച്ച ചെയ്യുമെന്ന് ആലുവ MLA അൻവർ സാദത്ത് 24-നോട് പറഞ്ഞു. 24 ചാനൽ വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് എനിക്കത് അറിയാൻ സാധിച്ചത്. അത് ഉടൻ തന്നെ നാഷണൽ ഹൈവേ അതുമായി സംസാരിച്ച് അതെന്താണ് അതിന് പരിഹാരം എന്ന് വെച്ചാൽ പരിഹാരം കണ്ടെത്തും. അങ്ങനെ അത് അപകടമാണെങ്കിൽ അത് എത്രയും വേഗം അത് പരിഹരിക്കാൻ നാഷണൽ ഹൈവേയോട് ആവശ്യപ്പെടാൻ ഇരിക്കുന്നത്. നാഷണൽ ബന്ധപ്പെട്ട് അതിനുള്ള പരിഹാരം ഉടൻ തന്നെ കണ്ടെത്തുന്നതാണ്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇത് നേരത്തെ തന്നെ ശ്രദ്ധയിലേക്ക് പെടുത്തിയതാണോ? ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. MLA-യുടെ അടക്കം ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന ഉറപ്പ് MLA-യും നൽകുന്നു. ദേശീയപാത അതോറിറ്റിയുടെ നിലപാട് എന്താണ് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ? അമൽ,
അറീജിത്ത്, ഏതായാലും ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പാലത്തിനും നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു അകലത്തിൽ, അത് പലപ്പോഴും 25 mm തൊട്ട് 50 mm വരെയാകാം. ഓരോ പാലത്തിന്റെയും സ്വഭാവം അനുസരിച്ചാണ് ഇതിന്റെ ഒരു ദൂരമൊക്കെ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ അളവുകൾ കണക്കാക്കുന്നത്. ഈ എക്സ്പാൻഷൻ ജോയിന്റുകൾ എന്ന് പറയുന്നത് പാലത്തിന്റെ നിലനിൽപ്പിന് തന്നെ അങ്ങേയറ്റം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് കൃത്യമായ അകലവുമുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്പാൻഷൻ ജോയിന്റുകൾ ക്രമാതീതമായി ഒരു അകലം ഈ ഒരു എക്സ്പാൻഷൻ ജോയിന്റിൽ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ടാറും മറ്റും കാര്യങ്ങളും എല്ലാം തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇതേ തുടർന്ന് ഒരു ഗട്ടർ പോലെ, നമ്മുടെ സാധാരണ ഒരു റോഡിലുള്ള ഒരു ഗട്ടർ പോലെ പാലത്തിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ വാഹനങ്ങളെല്ലാം ഇവിടെ വന്ന് സ്ലോ ചെയ്ത് പതിയെ കയറി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിലുള്ളത്. ഇത് പഴയ പാലത്തിലും പുതിയ പാലത്തിലും ഇത്തരത്തിലുള്ള വിടവുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ എക്സ്പാൻഷൻ ജോയിന്റുകൾ കൂടുന്നത് നാഷണൽ ഹൈവേ 47 കടന്നു പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇതിൽ നടപടി എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിജിത്ത്. ശരി, അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും ദേശീയപാത അതോറിറ്റിയോട് ഈ വിഷയം അടിയന്തര ഇടപെടലിനായി ആവശ്യപ്പെടും എന്നുള്ള കാര്യം MLA അടക്കം വ്യക്തമാക്കുന്നുണ്ട്. കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും ഇപ്പോഴും മഴ അതിശക്തമായി തുടരുന്നുമുണ്ട്. ബാലരാമപുരം എരുത്താവൂരിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണു. വീടിനകത്തുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് അപകടം ഒഴിവായി. വെള്ളയമ്പലം കവടിയാർ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ കാൽനട യാത്രക്കാരൻ്റെ തലയിൽ മരം വീണു. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുതിയ ഒരു വിവരം കൂടി പുറത്തു വരുന്നത് നഗരസഭയിലെ ചെല്ലമംഗലം വാർഡിൽ കാറ്റിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. വീടിന് ഭാഗികമായി കേടുപാട് പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. ഷഫീദ് റാവുത്തർ വെള്ളയമ്പലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതുപോലെ MG പ്രതീഷ് തിരുവനന്തപുരം നഗരത്തിലെ വിവരങ്ങളും വിശദാംശങ്ങളും പങ്കുവയ്ക്കും. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, എന്താണ് പുതിയ വിവരങ്ങൾ? എന്താണ് ഷഫീദ്? അർജിത്ത്, കഴിഞ്ഞ 1 മണിക്കൂർ മുൻപാണ് തിരുവനന്തപുരം നഗരത്തിൽ അതിശക്തമായിട്ടുള്ള കാറ്റ് വീശുകയും അതേപോലെ തന്നെ വലിയ മഴ ഉണ്ടാവുകയും ചെയ്തത്. മാത്രവുമല്ല, നഗരത്തിൽ മാത്രമല്ല മലയോര മേഖലയിലും അതിശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് കാട്ടാക്കട നെടുമങ്ങാട് മേഖലയിലടക്കം വൈദ്യുതി ബന്ധം ഏതാണ്ട് ഭാഗികമായി തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. വൈകിട്ട് 5 മണി മുതൽ മലയോര മേഖലയിലും കടുത്ത മഴയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെള്ളയമ്പലം റോഡിലാണ്. വലിയ തെരുവുവിളക്കുകളടക്കം സദാസമയം ഉണ്ടാകുന്ന ഒരു റോഡാണ്. പക്ഷേ വൈകിട്ട് ഏതാണ്ട് 8:30യോടുകൂടിയാണ് ഈ മേഖലകളിൽ ഈ മരം ഈ കാര്യമായി ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് രാജ്ഭവന് തൊട്ട് മുൻപിലുള്ള റോഡാണ്. ഇവിടെയാണ് കാര്യമായി മരം ഒടിഞ്ഞു വീണത്. ഈ മരം ഇപ്പോൾ റോഡിന്റെ നടുവ് ഭാഗത്ത് നിന്ന് അരികിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ കൂടി ഏതാണ്ട് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ്. അല്പസമയം മുൻപ് ഈ ഭാഗത്ത് പോലീസ് നിന്ന് വഴിതിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഈ ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഫയർഫോഴ്സ് അടിയന്തരമായി എത്തി. പ്രത്യേകിച്ച് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് അടിയന്തരമായി എത്തി. ഇവിടുത്തെ മരങ്ങൾ റോഡിന്റെ നടുവിൽ നിന്ന് അരികുവശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഭാഗത്ത് പൂർണ്ണമായും ഏതാണ്ട് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ്. രാജ്ഭവനിൽ ഉൾപ്പെടെ, രാജ്ഭവന്റെ പ്രധാനപ്പെട്ട കവാടമാണത്, അവിടെ അടക്കം വലിയ രീതിയിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ പ്രധാന ഭാഗങ്ങളിലെല്ലാം മരം വീഴുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ അല്പസമയം മുൻപ് ശക്തമായ കാറ്റിൽ കാൽനട യാത്രക്കാരന്റെ തലയിൽ കൂടി മരം വീണു. ഇയാൾക്ക് കാര്യമായ പരിക്കുകളില്ലെങ്കിലും പരിക്കേറ്റ സാഹചര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഇയാളെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നഗരത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മാനവീയം റോഡിലടക്കം മരങ്ങൾ വീണിരുന്നു. അതൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ കൂടി പൂർണ്ണമായും ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. തമ്പാനൂരിലടക്കം തെരുവുവിളക്കുകൾ ഏതാണ്ട് പകുതിയോളം നിലച്ച സാഹചര്യമാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത്. മാത്രമല്ല, മലയോര മേഖലയിലെ സാഹചര്യം ഞാൻ മുൻപ് പറഞ്ഞു. ഈ തീരദേശ മേഖലകളിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല. പൊഴിയൂരടക്കം വലിയ നാശനഷ്ടം ഉണ്ടായി എന്നുള്ള കണക്കുകൾ, ഇപ്പോൾ വിവരങ്ങൾ അത് പുറത്തേക്ക് വരുന്നുണ്ട്. ബാലരാമപുരം എരുത്താവൂരിൽ വീടിന് മുകളിൽ തെങ്ങു മറിഞ്ഞു. ഇതിനകത്തുണ്ടായിരുന്നവർ പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. എരുത്താവൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീട്ടിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആർക്കും കാര്യമായ പരിക്കുകളില്ല എന്നുള്ള വിവരം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. മുൻപ് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ നഗരസഭയിലെ ചെല്ലമംഗലം വാർഡിൽ കാറ്റിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണിട്ടുണ്ട്. വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനപ്പെട്ട കുറവൻകോണം അടക്കമുള്ള ഭാഗങ്ങളിൽ ഈ മരം കടപുഴകി റോഡിലേക്ക് വീണിട്ടുണ്ട്. ഫയർഫോഴ്സ് സംഘം, പ്രത്യേകിച്ച് ഈ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിൽ നടക്കം ഫയർഫോഴ്സ് സംഘം പല ടീമുകളായി തിരിഞ്ഞ ഈ മരങ്ങൾ, റോഡിലേക്ക് വീണ മരങ്ങൾ മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. റിജിത്ത്.
ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്. നഗരമേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയടക്കം ചെയ്തിട്ടുണ്ട്. മരം കടപുഴകി വീണ് പലയിടത്തും റോഡിൽ ഗതാഗത തടസ്സമുണ്ടാകുന്നു. മുറിഞ്ഞു വീണ മരങ്ങൾ മാറ്റാനുള്ള ശ്രമമൊക്കെ ഉണ്ടാവുകയാണ്. നഗരമേഖലയിൽ തെരുവിളക്കുകളുടെ പ്രവർത്തനത്തെ അടക്കം ബാധിക്കുന്ന തരത്തിൽ ഈ വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട്. MG പ്രതീഷ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, പലയിടത്തും ഈ വീടിന് മുകളിലേക്ക് മരം വീഴുന്ന നിലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിഞ്ഞുപോയത് എന്ന് മനസ്സിലാക്കുന്നു. അതിപ്പോൾ നേരത്തെ ഷഫീദ് ചൂണ്ടിക്കാട്ടിയതുപോലെ ചെല്ലമംഗലം വാർഡിലും അതുപോലെ ബാലരാമപുരത്തുമൊക്കെ വീടിന് മുകളിലേക്ക് മരം വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പുതുതായി നാശനഷ്ടങ്ങൾ ഏതു തരത്തിലാണ്? അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നത് പ്രതീഷ്? റിജിത്ത്, നേരത്തെ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ അപ്രതീക്ഷിതമായാണ് അതിശക്തമായ കാറ്റുണ്ടായത്. 8 മണിയോടുകൂടി തന്നെ അതിശക്തമായ കാറ്റ് തിരുവനന്തപുരത്തെ നഗരമേഖലകളിലും മലയോര മേഖലകളിലും ആഞ്ഞടിച്ചു. ഈ ശക്തമായ കാറ്റിലാണ് പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായത്. നഗരമേഖലകളിലെ പലയിടങ്ങളിലും ഇപ്പോഴും വൈദ്യുതി എത്തിയിട്ടില്ല. മലയോര മേഖലകളിലും വൈദ്യുതി താറുമാറായ അവസ്ഥയാണ്. ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികളൊക്കെ KSEB ഇപ്പോൾ നടത്തുന്നുണ്ടെങ്കിലും നാളെ രാവിലെയോടുകൂടി മാത്രമേ വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നതാണ് KSEB അറിയിച്ചിരിക്കുന്ന കാര്യം. പലയിടങ്ങളിലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലരാമപുരത്ത് വീടിന് മുകളിലൂടെ തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. വീട്ടിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 5 പേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ മേൽക്കൂര പറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. തിരുവനന്തപുരം, വെങ്ങാനൂർ, പൂജപ്പുര, ബാലരാമപുരം മെഡിക്കൽ കോളേജ് മേഖലകളിലാണ് മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഈ റോഡിലൂടെ പോകുകയായിരുന്ന ഒരാളുടെ തലയിലാണ് ഈ മരച്ചില്ല ഒടിഞ്ഞു വീണ് പരിക്കേറ്റത്. പക്ഷേ ആശ്വാസകരമായ കാര്യം ഈ പരിക്ക് ഗുരുതരമല്ല എന്നതാണ്. പക്ഷേ ഈ പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ പുറത്ത് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായ മേഖലകളിലൊക്കെ തന്നെ ഈ ഫയർഫോഴ്സും പോലീസും ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഈ റോഡ് ഗതാഗതം തടസ്സപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ തിരുവനന്തപുരം നഗരത്തിൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. നിലവിൽ റെഡ് അലർട്ട് തിരുവനന്തപുരം ജില്ലയിൽ തുടരുകയാണ്. 3 മണിക്കൂർ സമയത്തേക്കാണ് റെഡ് അലർട്ട് കാലാവസ്ഥാ കേന്ദ്രം തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. വരുന്ന 3 മണിക്കൂറിലും അതിശക്തമായ രീതിയിൽ തന്നെ മഴയുണ്ടാകും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. പലയിടത്തും നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തുവന്നൊരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. 4 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുട്ടി പീഡിപ്പിക്കപ്പെട്ടത് മരണത്തിന് 20 മണിക്കൂർ മുമ്പാണ് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ ഈ ഫോറൻസിക് സർജൻ ഈ വിവരം പോലീസിനെ അറിയിച്ചതിന് ശേഷം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികളുണ്ടായിരുന്നു. കുട്ടിയുടെ സംസ്കാരത്തിന് ശേഷം പോലീസ് പ്രതിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പീഡനം നടന്ന സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നത് ഈ പ്രതി മാത്രമാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. S. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്യാം, പുതിയ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. അല്പം കൂടി വ്യക്തത പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നു. ഈ വിവരം അറിഞ്ഞതിന് ശേഷം പ്രതിയെ നിരീക്ഷിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇയാളെ നിരീക്ഷിക്കാൻ മാത്രമായി 20-ലേറെ പോലീസുകാരെ നിയോഗിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ ശ്യാം അറിയിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ശ്യാം? അറിയിച്ച ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എങ്ങനെയൊക്കെയാണ് ഇടപെട്ടത് എന്നുള്ളതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 4 വയസ്സുകാരിയായ കുഞ്ഞിന്റെ മരണത്തിന് ശേഷം ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന് ഡോക്ടർമാർ വിവരം നൽകിയതിനെ തുടർന്നാണ് ഇയാളെ നിരീക്ഷിക്കാനായി മാത്രം 20-ലേറെ പോലീസുകാരെ അവിടെ നിയോഗിച്ചിരുന്നത്. കൊല്ലപ്പെടുന്നതിന് 20 മണിക്കൂർ മുമ്പ് പോലും കുട്ടി ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു എന്നാണ് ഡോക്ടർ ഫോറൻസിക് സർജൻ പോലീസിനെ അറിയിച്ചത്. ഈ സംസ്കാരത്തിന് ശേഷം ഇയാളെ അതേ വീട്ടിൽ വെച്ച്, അതായത് കുട്ടിയുടെ പിതാവിന്റെ വീട്ടിൽ വെച്ച് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം 2ാമത്തെ തവണയും പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി പുത്തൻകുരിശ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് വളരെ തന്ത്രപൂർവ്വം പോലീസ് ഇയാളുടെ മുറിയിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റും ധരിച്ച അവിടെ ഉപേക്ഷിച്ചിരുന്ന ഊരിയിട്ടിരുന്ന വസ്ത്രങ്ങളുമടക്കം ശേഖരിക്കുകയും അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഈ പരിശോധനാ ഫലങ്ങളും പ്രതിയുടെ ചോദ്യം ചെയ്യലിന്റെ സമയത്ത് തെളിവായി ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പീഡനം നടന്ന സമയത്ത് ഇയാൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയത്. ഇയാളുടെ പിതാവ് അതീവ ഗുരുതരാവസ്ഥയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ്. ആ സമയത്ത് കുട്ടിയുടെ പിതാവും ഇപ്പോൾ അറസ്റ്റിലായ വ്യക്തിയുടെ മൂത്ത സഹോദരനുമടക്കം ഈ ആശുപത്രിയിലായിരുന്നു എന്നും കണ്ടെത്തി. അതായത് പീഡനം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന
ഏക പുരുഷൻ അത് ഇയാളായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. അങ്ങനെയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പ്രതിയെ നിരീക്ഷിക്കാനായി മാത്രമാണ് പോലീസ് 20 പേരെ അവിടെ നിയോഗിച്ചത്. കാരണം ആദ്യം വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്ത ശേഷം ഇയാൾ അവിടെ നിന്ന് മുങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് 20 പോലീസുകാരെ നിരീക്ഷണത്തിന് വയ്ക്കുകയും പ്രതിയെ കൃത്യമായി പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദേശീയപാത തകർന്ന സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. റോഡ് നിർമ്മാണത്തിൽ വിദഗ്ധരെന്ന് ഇപ്പോഴും ആത്മവിശ്വാസമുണ്ടോ എന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയോട് കോടതിയുടെ ചോദ്യം. തെറ്റ് സംബന്ധിച്ച ദേശീയപാത അതോറിറ്റി തകർന്ന പാതകളിൽ മാറ്റം വരുത്തുമെന്ന് കോടതിയെ അറിയിച്ചു. ദേശീയപാതയുടെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞു താഴ്ന്നതിലും വിള്ളലുകൾ കണ്ടെത്തിയ സംഭവത്തിലുമാണ് ദേശീയപാത അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സംഭവിച്ച കാര്യങ്ങളിൽ കേരളത്തിന് സന്തോഷമില്ല. ജനങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന പാതയാണ് തകർന്നത്. റോഡ് നിർമ്മാണത്തിലെ വിദഗ്ധരെന്ന് ഇപ്പോഴും ആത്മവിശ്വാസമുണ്ടോ എന്ന് ദേശീയപാത അതോറിറ്റിയോട് കോടതി ചോദിച്ചു. നിർമ്മാണത്തിലെ വിദഗ്ധരെന്ന് ദേശീയപാത അതോറിറ്റി മുൻപ് പറഞ്ഞത് കോടതി ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇടക്കാല റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞു. തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചെന്ന് ദേശീയപാത അതോറിറ്റി സമ്മതിച്ചു. പ്രശ്നങ്ങളുണ്ടായ സ്ഥലത്ത് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുണ്ട്. മറുപടി നൽകാൻ സമയം വേണമെന്ന് ദേശീയപാത അതോറിറ്റി കോടതിയോട് അഭ്യർത്ഥിച്ചു. അടുത്ത വ്യാഴാഴ്ച ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. കൊച്ചി നഗരത്തിൽ കാന വൃത്തിയാക്കാത്തതിലും നടപ്പാത തകർന്നതിലും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു. റോഡുമായി ബന്ധപ്പെട്ട കേസ് അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റി. 24 കൊച്ചി. മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ ഭാഗം ഇടിഞ്ഞു താഴുന്ന ദൃശ്യം 24-ന്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 അപകടത്തിന്റെ ദൃശ്യമാണ് പുറത്തുവന്നത്. കൂരിയാടിന് സമീപ പ്രദേശത്തെ വീടുകളും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ഭീഷണിയിലാണ്. അപകടസ്ഥലം ജനങ്ങൾ സന്ദർശിക്കരുതെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. കൂരിയാട് ദേശീയപാത തകർന്നു വീഴുന്ന ദൃശ്യമാണിത്. കല്ലും മണ്ണുമെല്ലാം സർവീസ് റോഡിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് പതിച്ചത്. യാത്രക്കാർ വാഹനത്തിന് പുറത്തിറങ്ങി പരിഭ്രാന്തരായി ശബ്ദമുണ്ടാക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. തലപ്പാറ സ്വദേശി ഷംസുദ്ദീനും കുടുംബവുമാണ് വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. വരുന്ന ടൈമിൽ റോഡിന് യാതൊരു കംപ്ലൈന്റ് കണ്ടില്ല. പെട്ടെന്ന് റോഡിനൊരു വിളിച്ചുകൊണ്ട് വന്നാണ്. സ്ലോ ആക്കലും റോഡ് പെട്ടെന്ന് താളം മരണമായിട്ട് ചെരിഞ്ഞുപോയി. ബ്ലോക്കിന്റെ ഉള്ളിൽ അവർ മറ്റേ കരിങ്കല്ലിട്ടിക്കണം. ആ കരിങ്കല്ല് ഫുള്ള് ഞങ്ങളെ മേത്തുകൂടെ വന്ന് വന്നിരിക്കുന്നു. ഞാൻ പിന്നെ കഴിച്ചില്ലാവില്ല, കാരണം മണ്ണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരോടൊക്കെ ഇറങ്ങി പോകാൻ പറഞ്ഞു. കൂരിയാടിന് സമീപം താമസിക്കുന്നവരും ആശങ്കയിലാണ്. പ്രദേശവാസിയായ ഷെരീഫയുടെ വീട് അപകട ഭീഷണിയിലായിട്ട് നാളുകളേറെയായി. ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള അശാസ്ത്രീയ വൗച്ചാൽ നിർമ്മാണം കാരണം മാലിന്യമെല്ലാം ഒഴുകിയെത്തുന്നത് ഷെരീഫയുടെ വീട്ടുമുറ്റത്തേക്കാണ്. പരാതിയുമായി ഷെരീഫ മുട്ടാത്ത വാതിലുകളില്ല. അനുകൂല സമീപനം എവിടെ നിന്നും ഉണ്ടായിട്ടില്ലെന്ന് ഷെരീഫ് പറയുന്നു. ഒരു 100-200 മീറ്ററിൻ്റെ അവിടെ നിന്നിട്ടുള്ള ഡ്രൈനേജ് ഫുള്ളും നമ്മളെ പറമ്പിലാണ് അവർ കൊടുന്നിട്ടത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് പ്രൈവറ്റ് സ്ഥലത്തേക്ക് നിങ്ങൾ എങ്ങനെ വിടാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ 46 മീറ്റർ ഉള്ളതേ ഞങ്ങൾക്ക് നോക്കാനുള്ളൂ, ബാക്കി എവിടെ ഡ്രൈനേജ് വരുന്നത് അവിടെ ഞങ്ങൾക്ക് ഒഴിവാക്കണം എന്നാണ്. പറഞ്ഞാൽ അത് സാധ്യമല്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം ഞങ്ങൾ മതിലൊക്കെ അതിൻ്റെ ശേഷം കെട്ടി, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം മൊത്തം ഇങ്ങോട്ട് വരും. ഡിസാസ്റ്റർ ടൂറിസം ഒഴിവാക്കണമെന്നും സ്ഥലത്ത് പോലീസിനെ നിയോഗിക്കുന്നത് ആലോചിക്കുമെന്നും മലപ്പുറം കളക്ടർ VR വിനോദ് പറഞ്ഞു. ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് വളരെയധികം ജനങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ആ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം കൊളാപ്സ് ആയിരിക്കുന്നു. വളരെ കൊളാപ്സായ രീതിയിലാണ് നമ്മൾ റോഡ് കാണുന്നത്. ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന രീതിയിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥന. 24 തിരൂർ. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കോഴിക്കോട് 2 ഇടങ്ങളിൽ വിള്ളൽ. തിരുവങ്ങൂർ മേൽപ്പാലത്തിലും അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയ്ക്ക് മുകളിലുമാണ് വിള്ളൽ കണ്ടെത്തിയത്. വിള്ളൽ കണ്ടെത്തിയ തൃശൂർ ചാവക്കാട് ദേശീയപാതയിൽ നിന്ന് വിദഗ്ധ സംഘം സാമ്പിൾ ശേഖരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്നാണ് അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയ്ക്ക് മുകളിൽ വിള്ളൽ വീണിരിക്കുന്നത്. വേങ്ങളം രാമനാട്ടുകര ബൈപ്പാസ് റൂട്ടിലാണ് വിള്ളൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ മധ്യഭാഗത്ത് നിന്ന് വെള്ളം അടിപ്പാതയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. വിള്ളൽ വർദ്ധിക്കുന്നതായി നാട്ടുകാർ. ഇന്നലെ ഞങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ വെള്ളം വരികയും ഈ വിള്ളിച്ച, കാരണം ഇതിന് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഏരിയ, ഈ റോഡ്, ഈ അണ്ടർപാസ് കൂടെ 7 പഞ്ചായത്ത് കവർ ചെയ്യുന്നുണ്ട്. ഇതിന് എത്രയും പെട്ടെന്ന് അതിൻ്റെ പരിഹാരം കണ്ടെത്തണമെന്നാണ്. കാരണം ഇത് സംഭവിച്ചു കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചൊരു കാര്യമില്ല.
തൃശൂർ ചാവക്കാട് ദേശീയപാതയിൽ വിള്ളലുണ്ടായ ഭാഗത്ത് നിന്ന് സാമ്പിൾ ശേഖരിച്ചു. വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ലഭ്യമാകുന്നതുവരെ താൽക്കാലികമായി പണി നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് തിരുവങ്ങൂർ മേൽപ്പാലത്തിലെ വിള്ളൽ കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു. 400 മീറ്റർ നീളത്തിൽ വിണ്ടുകീറിയ ഭാഗത്തെ ചിലയിടങ്ങളിലാണ് വീണ്ടും വിള്ളൽ രൂപപ്പെട്ടത്. 12 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇത് വന്നത്. ഇപ്പോൾ ഇനി നിരന്തരം മഴ വരാൻ പോവുകയാണ്. അപ്പോൾ എന്താവും എന്നുള്ളതാണ് ആശങ്ക ഞങ്ങൾക്ക്. കാരണം ഒന്ന് സർവീസ് റോഡ് വളരെ മോശമാണ്. കാരണം വാഹനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം സർവീസ് റോഡിന് ഗവൺമെൻറ് എടുത്തു കൊടുത്ത സ്ഥലം തന്നെ ഉണ്ട് ഇവിടെ. അതെടുക്കാതെയാണ് ഇവർ സർവീസ് റോഡ് 7 മീറ്റർ വേണ്ടടുത്ത് 5 മീറ്റർ 3.5 മീറ്റർ ഒക്കെ ആ അപാകത ഞങ്ങൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ 2 ഇടങ്ങളിലായി വിള്ളൽ കണ്ടെത്തി. കോത്തായിമുക്കും പുതിയങ്കാവിനുമിടയിലാണ് വിള്ളൽ. വിള്ളൽ താൽക്കാലികമായി അടച്ചെങ്കിലും വീണ്ടും വിള്ളൽ വീഴുന്നുണ്ട്. വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. അഭിലാഷ് പള്ളിക്കരക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. MG പ്രദേശ് തിരുവനന്തപുരത്ത് നിന്ന് അറിയിക്കുന്ന ഒരു കാര്യം, കാലാവസ്ഥാ മുന്നറിയിപ്പാണ്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് മഴയുമായി ബന്ധപ്പെട്ട് നാശനഷ്ടത്തിൻ്റെ ചില വിവരങ്ങൾ പുറത്തുവരുന്നു. ചിറ്റാറിൽ വൻ നാശനഷ്ടമുണ്ടായിരിക്കുന്നു. നീലിലാവ് സ്വദേശി സുനിലിൻ്റെ വീട്ടിൽ മരം ഒടിഞ്ഞു വീണു. വീടിന് ഭാഗികമായി കേടുപാട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ദേശീയപാതാ നിർമ്മാണത്തിൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. അഴിയൂരിൽ നിന്ന് വെങ്കലം വരെ ഉള്ള ഭാഗം, അതിൻ്റെ നിർമ്മാണ കരാർ 1838 കോടി രൂപയ്ക്കാണ് അദാനി ഗ്രൂപ്പിന് ലഭിച്ചത്. അദാനി ഗ്രൂപ്പ് ഗുജറാത്തിലെ വഗാഡ് ഇൻഫ്രാ പ്രൊജക്ടിന് ഉപകരാർ മറിച്ചു നൽകിയത് 971 കോടി രൂപയ്ക്കാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, കോൺഗ്രസ് ഉയർത്തുന്ന ഈ അഴിമതി ആരോപണം എന്താണ്? അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ഷഫീദ്? റിജിത്ത്, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ വിള്ളൽ വിവാദം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ ചില കമ്പനികളെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും തുടർ നടപടികൾ സ്വീകരിച്ച് വരികയുമായിരുന്നു. ഇതിനിടെയാണ് കേരളത്തിലെ കോൺഗ്രസ് BJPക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു അഴിമതി ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നതിൽ പറയുന്ന കാര്യം, കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ നിന്ന് വെങ്കലം വരെയുള്ള നിർമ്മാണ കരാർ ലഭിച്ചത് അദാനി എന്റർപ്രൈസസ് ഗ്രൂപ്പിനായിരുന്നു. 1838 കോടി രൂപയ്ക്കാണ് കരാർ നൽകിയത്. അതായത് 1 കിലോമീറ്റർ നിർമ്മാണ പ്രവർത്തികൾക്ക് 45 കോടി രൂപ എന്ന നിരക്കിലായിരുന്നു ഈ കരാർ നൽകിയത് അദാനി ഗ്രൂപ്പിന്. അദാനി ഗ്രൂപ്പ് ഗുജറാത്തിലെ വഗാഡ് ഇൻഫ്രാ പ്രൊജക്ട്സ് എന്ന് പറയപ്പെടുന്ന കമ്പനിക്ക് ഉപകരാർ ഇത് മറച്ചു നൽകി. 971 കോടി രൂപയ്ക്കാണ് നൽകിയത്. അതായത് കരാർ അദാനി ഗ്രൂപ്പിന് നൽകിയപ്പോൾ 1838 കോടി രൂപയും അത് ഉപകരാറായി നൽകിയപ്പോൾ 971 കോടി രൂപയുമായി കുറഞ്ഞു. ഇതിലെ അന്തരം ചൂണ്ടിക്കാട്ടിയാണ് എക്സിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചില രേഖകളടക്കം പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. മോദിയും ഗഡ്കരിയും ചേർന്ന് ദേശീയപാതയുടെ പേരിൽ നടത്തുന്നത് വൻ അഴിമതിയാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വിവരം പുറത്തു വന്ന സാഹചര്യത്തിൽ പുതിയ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ BJP നേതൃത്വം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുമോ, അതല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുമോ എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും രാജ്യവ്യാപകമായി ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട BJP കരാർ നൽകി അഴിമതി നടത്തുന്നു എന്നുള്ള ഒരു ആരോപണമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അദാനി ഗ്രൂപ്പിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു അഴിമതി ആരോപണം കോൺഗ്രസ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയാണ്. BJPയുടെ ഒക്കെ പ്രതികരണം ഇതിൽ എന്താണ് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്നാണ് കരുതുന്നത്. മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ചുള്ള പ്രചാരണം അസംബന്ധമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് 24നോട്. പാർട്ടി ഏൽപ്പിച്ച ചുമതലയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിസഭാ പുനഃസംഘടനയെ പറ്റി ചില അഭ്യൂഹങ്ങൾ കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. താങ്കളും സജി ചെറിയാനും മാറി തിരുവനന്തപുരത്തെ ചില MLA-മാരൊക്കെ മന്ത്രിസഭയിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മന്ത്രിസഭാ പുനഃസംഘടന ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയിലുണ്ടോ? എന്താണ് അത്തരത്തിലുള്ള ഒരു അടിസ്ഥാനം? എന്താണ്? അല്ല, അത് വ്യാപകമായിട്ട് ഇങ്ങനെ പ്രചരിച്ചു എന്ന് കേട്ടു. മന്ത്രി സജി ചെറിയാനും ഞാനും ഒക്കെ രാജി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ സജീകരണനെ വിളിച്ചിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചല്ല, നിങ്ങളെപ്പോഴാണ് രാജിവെക്കാൻ പോകുന്നത്? അങ്ങനെയാണ് ഒരുമിച്ച് ഞാനും ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നോക്കണ്ട, അതങ്ങനെ പല വാർത്തയുണ്ടാവും. ഈ മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ചുള്ള ഇത് അടിസ്ഥാനരഹിതമാണ് അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ എന്ത് പറയാനാ? ഇതൊക്കെ ഫോട്ടോ വെച്ചിട്ടാണല്ലോ ഇപ്പോഴത്തെ കാലത്ത്, ഈ ഫോട്ടോ വെച്ച് ഓൺലൈൻ വാർത്തയാണല്ലോ വരുന്നത്. തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിങ്ങും മഹാറാണി വെഡ്ഡിംഗ് കളക്ഷനും സംയുക്തമായി സ്കൂൾ കുട്ടികൾക്ക് കിറ്റ് വിതരണം ചെയ്തു. മഹാറാണി കെയർ ക്ലബ്ബിലൂടെ അർഹതപ്പെട്ട 500-ലധികം കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ അടങ്ങിയ സ്കൂൾ കിറ്റ് വിതരണം ചെയ്തത്. കുരുന്നുകൾക്കൊരു ചിരി എന്ന പേരിൽ നടന്ന പരിപാടി ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കുട്ടികൾക്കുള്ള കിറ്റിന്റെ വിതരണം PJ ജോസഫ് MLA നടത്തി.
സാമൂഹ്യ നന്മയ്ക്ക് തോന്നുന്ന ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് മഹാറാണി വെഡിങ് കളക്ഷൻസ് മഹാറാണി കെയർ ക്ലബിന് രൂപം നൽകിയിട്ടുള്ളത്. മഹാറാണി കെയർ ക്ലബിന്റെ ഭാഗമായി കുരുന്നുകൾക്കൊരു ചിരി എന്ന ഈ പദ്ധതിയിലൂടെ 500ഓളം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ കിറ്റിന്റെ വിതരണ ചടങ്ങാണ് ഇന്ന്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 10ാമത് ഷോറൂം മലപ്പുറം മഞ്ചേരിയിൽ മെയ് 25-ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 10:30-ന് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ഫഹദ് ഫാസിൽ ഉദ്ഘാടനം ചെയ്യും. ഒരു നാഷണൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് മഞ്ചേരിക്ക് സമ്മാനിക്കുമെന്ന് ചെയർമാൻ രാജഗോപാൽ, മാനേജിംഗ് പാർട്ണർമാരായ പ്രസാദ് രാജഗോപാൽ, പ്രജീഷ് രാജഗോപാൽ എന്നിവർ അറിയിച്ചു. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ വാർത്താമഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.